ഞാനതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അന്ന് പട്ടിണി കിടന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് ആ ഘട്ടത്തിൽ നമ്മൾ കാണിക്കേണ്ട ചില ഔചിത്യങ്ങളുണ്ട്. അതാണ് പ്രശ്നം. ആ ഔചിത്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായോ എന്നുള്ളത് അദ്ദേഹം സ്വയമേ പരിശോധിക്കുകയാണ് വേണ്ടത്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് എന്നെ പറയണമെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ശ്രദ്ധയിലില്ല. ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നത് ഇത് ഒരിക്കൽ 100 സീറ്റോടെയൊക്കെയാണ് ഈ ഭരണത്തിൽ വന്നത്. അടുത്ത തവണ 100 സീറ്റോടെ PS അധികാരത്തിൽ രംഗൊക്കെ മാറി മറന്നു വരും. പക്ഷേ പാർട്ടിയുടെ കൂട്ടക്കൊത്തളങ്ങളായ തൃക്കരിപ്പൂർ, പയ്യന്നൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിൽ കാലാകാലങ്ങളായി പാർട്ടിക്ക് കിട്ടിയിരുന്ന ആയിരക്കണക്കിന് വോട്ടുകൾ മാറി മറിയുന്ന സ്ഥിതി ഉണ്ടായി. അതിനെ വളരെ ലാഘവത്തോടെ കാണാൻ കഴിയും. ഇല്ല, ഞങ്ങൾ ലാഘവത്തോടെ കാണുന്നില്ലല്ലോ. അത് ഗൗരവത്തോടെ തന്നെയാണല്ലോ കാണുന്നത്. ആ ഗൗരവത്തോടെ തന്നെയാണ് ഞങ്ങൾ അതിനെ സമീപിച്ചത്. സവർക്കറെ ന്യായീകരിച്ചുകൊണ്ട് മാത്രം വെച്ചുകൊണ്ട് കാസർഗോഡ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിരിക്കുകയാണ്. അത് വലിയ വിവാദമായിരിക്കുകയാണ്. എന്താണ് എൻ്റെ സവർക്കർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു നിലപാടാണ്. അതിൽ സവർക്കറെ എല്ലാ തരത്തിലും മഹത്വവൽക്കരിക്കാനുള്ള നീക്കങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നത്. അത് RSSൻ്റെ അജണ്ടയുടെ ഭാഗമായിട്ടുള്ളതാണ്. അദ്ദേഹത്തെ യഥാർത്ഥ ചിത്രം അവതരിപ്പിക്കാതെ മഹത്വവൽക്കരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിനറിയാവുന്ന കാര്യം, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ സുപ്രധാന ഘട്ടത്തിൽ അതിൻ്റെ കൊടുത്ത് ബ്രിട്ടീഷുകാരുടെ പാദസേവകനായിട്ട് മാറുക എന്ന് പറയുന്നത് സ്വാഭാവികമായി അതിനാണ് സവർക്കർ ആ ഘട്ടത്തിൽ തയ്യാറായിട്ടുള്ളത്. എന്നാൽ സവർക്കറെ മഹത്വവൽക്കരിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ RSS സ്വീകരിച്ചിട്ടുള്ളത്. ഇത് മറ്റൊരു വഴിയും അവർക്കില്ല, ഇത്തരം മാർഗം സ്വീകരിക്കലല്ലാതെ. യഥാർത്ഥ ചരിത്രം പറയാൻ പറ്റില്ല. യഥാർത്ഥ ചരിത്രം പറയുമ്പോൾ RSS സ്വാതന്ത്ര്യ സമരത്തെ തള്ളിപ്പറഞ്ഞതിനെ കാണേണ്ടി വരുമല്ലോ. അന്ന് ചെറുപ്പക്കാരോട് നിങ്ങളുടെ ആരോഗ്യം ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തിട്ട് വെറുതെ ദുർവ്യയം ചെയ്യരുത് എന്ന് ഉപദേശിക്കാൻ തയ്യാറായതാണ് RSS. അങ്ങനെയുള്ള RSSനെ പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബ്രിട്ടീഷുകാരോട് പൂർണ്ണ വിധേയത്വം പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ബ്രിട്ടീഷ് വൈസ്രോയി അടക്കം കണ്ടിട്ട് പൂർണ്ണ പിന്തുണ, നിങ്ങളിവിടെ തുറന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല, നിങ്ങൾ എതിർക്കുകയല്ല എന്ന നിലപാട് സ്വീകരിച്ചവരാണ് അവർ. അപ്പോൾ എല്ലാ അർത്ഥത്തിലും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ വഞ്ചിച്ചവരാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരം ഇപ്പോൾ അവരാണ് നിയന്ത്രിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവരെ മഹത്വവൽക്കരിക്കാനുള്ള രീതിയിലേക്ക് ചരിത്രം മാറ്റുകയാണ്. അതിൻ്റെ ഭാഗമായാണ് സവർക്കറെ മഹത്വവൽക്കരിക്കുന്നത്. അപ്പോൾ അത്തരമൊരു സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുമ്പോൾ ആ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുത്തൻ വിദ്യാഭ്യാസ നയം, ആ നയം നമ്മുടെ കേരളത്തിൽ നടപ്പാക്കാതിരിക്കുകയായിരുന്നു. അത് നടപ്പാക്കുന്നതിനുള്ള നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കാണണം. വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഒത്തിണങ്ങിയിരിക്കുന്നുവെന്ന് സംഘപരിവാറുകാർക്ക് പൂർണ്ണ ബോധ്യം വന്നിരിക്കുന്നു.